ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമലൈക്കും. എല്ലാ പ്രേക്ഷകർക്കും റമലാൻ മുബാറക്. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് റമലാൻ ഇസ്ലാമിക് ക്വിസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മത്സരാർത്ഥിയോട് 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചങ്ങരംകുളം സിൻസിയർ ഹോം വേൾഡിന്റെ ഒരു ആകർഷണീയമായ സമ്മാനമാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. ആരാണ് സംസാരിക്കുന്നത്? നിഹ. നിഹ എവിടുന്ന വിളിക്കണേ നിഹ? വളയംകുളത്ത് നിന്നാണ്. ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിഹയുടെ? ഉമ്മ, ഉണ്ണിയോ? ഉണ്ണി എന്നാണ് പറഞ്ഞേ? അനിയനല്ലേ? ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നേ നിഹ? പഠിക്കാണോ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 3-ാം ക്ലാസ്സില്. ഓക്കെ ഓക്കെ. പിന്നെ വേറെന്തൊക്കെയാണ് നിഹയുടെ ഹോബീസ്? എന്തൊക്കെയാണ്? പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടുവോ? പ്രസംഗിക്കോ? അതോ ചിത്രം വരയ്ക്കോ? എന്താണ്? ഡാൻസ് ചെയ്യോ? എന്താണ് ഇഷ്ടം ചെയ്യാനായിട്ട്? എന്താണ്? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കടന്നാലോ? റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യമാണ്, ബാബിലോണിയയിലേക്ക് അള്ളാഹു പരീക്ഷണമായി അയച്ച 2 മലക്കുകൾ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻസ് ഉണ്ട്. ഹാറുത്തും മാറുത്തും, ജിബ്രീലും അസ്രായിലും, മുൻകറും നക്കീറും. മുൻകറും നക്കീറും ഉറപ്പാണോ? എന്താ ഉറപ്പിക്കാൻ കാര്യം? 3 ചോദ്യവും കറക്റ്റ് ആക്കിയാല് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. സിൻസിയർ ഹോം വേൾഡിന്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ പോകുന്നേ. നല്ല ആലോചിച്ച് ആൻസർ പറഞ്ഞോ. ഓപ്ഷൻസ് ഹാറൂത്തും മാറൂത്തും, ജിബ്രീലും അസ്രായിലും, മുൻകറും നക്കീറും. ഹാറൂത്തും മാറൂത്തും ഉറപ്പിക്കാം. ഹാറൂത്തും മാറൂത്തും ശരിയായിട്ടുള്ള ഉത്തരാണ്. ഹാപ്പിയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂഫയിലേക്കുള്ള വരവറിഞ്ഞ യസീദ് കൂഫയുടെ ഗവർണറായിരുന്ന നുഅ്മാൻ ഇബ്നു ബഷീറിനെ മാറ്റി പകരം നിയമിച്ചത് ആരെയായിരുന്നു? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂഫയിലേക്കുള്ള വരവറിഞ്ഞ യസീദ് കൂഫയുടെ ഗവർണറായിരുന്ന നുഅ്മാൻ ഇബ്നു ബഷീറിനെ മാറ്റി പകരം നിയമിച്ചത് ആരെയായിരുന്നു? ഓപ്ഷൻസ് ഇല്ല. ഹലോ, അറിയോ? ആരാണ്?
അലി. ഇബ്നു ഇബ്നു അലി. ഉറപ്പാണോ? ഞാനൊരു ക്ലൂ തരാം. ലാസ്റ്റ് പേര് ഇതൊരു വലിയ പേരാണ്. ലാസ്റ്റ് സിയാദ് എന്ന് വരുന്നുണ്ട്. അറിയോ? ആരാണ് അടുത്തുള്ളേ ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഉമ്മയാണോ? ഓക്കെ, എന്താണ് ഉത്തരം? എന്താണ് കിട്ടിയിട്ടുള്ളേ? അറിയില്ല, ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ്. ആ, ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്. ശരിയായിട്ടുള്ള ഉത്തരാണ് കേട്ടോ. എങ്ങനെ കിട്ടിയത്? ഉമ്മ പറഞ്ഞെന്നാണല്ലേ. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാണ്. ഇതും ശരിയാക്കിയാല് ഗിഫ്റ്റ് ഉണ്ടാവും. വേണ്ടേ ഗിഫ്റ്റ്? അപ്പൊ മൂന്നാമത്തെ ചോദ്യം. സൗദി അറേബ്യയിലെ അൽ ജൗഫ് പ്രവിശ്യയിലെ ധോമ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയുണ്ട്. ലോകത്തിലെ തന്നെ മിനാരമുള്ള ആദ്യത്തെ പള്ളിയാണത്. ആ പള്ളിയുടെ പേരെന്താണ്? ഓപ്ഷൻസ് ഇല്ല. ഹലോ, അറിയിക്കട്ടെ. ഹലോ, കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഏതാണ് ആ പള്ളി? മിനാരമുള്ള ആദ്യത്തെ പള്ളിയാണ്. സൗദി അറേബ്യയിലെ അൽ ജൗഫ് പ്രവിശ്യയിലെ ധോമ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയുണ്ട്. ലോകത്തിലെ തന്നെ മിനാരമുള്ള ആദ്യത്തെ പള്ളിയാണത്. ആ പള്ളിയുടെ പേരെന്താണ്? ഹലോ, കിട്ടിയോ? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഒക്കെ വേണോ? വേഗം വേഗം. ആരൊക്കെ, എത്ര പേരാണ് ഹെൽപ്പ് ചെയ്യാനുള്ളത്? നിഹയെ, എത്ര പേരുണ്ട് ഇപ്പോ ഹെൽപ്പ് ചെയ്യാൻ? എല്ലാരും കൂടി ഡിസ്കഷനിലാണ് തോന്നുന്നത്. അറിയില്ലേ? ആലോചിക്കട്ടെ. അറിയില്ല. ഇനി ആലോചിച്ചു മതില്ലേ? അപ്പൊ എന്നാ ആൻസർ ഞാൻ പറയാം. മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ്. അറിയായിരുന്നോ? കൊഴപ്പില്ല, നമുക്ക് അടുത്തേല് നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. റംസാൻ മുബാറക്. സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. എന്താണ് പേര്? ജസീദ. നസീബ. ഓക്കെ. എവിടുന്ന് വിളിക്കണേ? പുറമണ്ണൂരിൽ നിന്നാണ് അല്ലേ? എന്ത് ചെയ്യുന്നു നസീബ? പഠിക്കുകയാണോ? അല്ല, ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ, 3 മക്കള്, ഭർത്താവ്, അനിയത്തി. ആണല്ലേ. ഹസ്ബൻഡ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് നാട്ടിലാണ്. ഓക്കെ, അപ്പൊ വേറെന്തൊക്കെയാണ് പരിപാടി? ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാ? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വിളിച്ചതാണല്ലേ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. റെഡി അല്ലേ?
സിമ്പിള് തരണേ. സിമ്പിൾ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഉണ്ട്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്: ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ ഹാബീലിന് തന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു പക്ഷിയെ അയച്ചു കൊടുത്തു. ഏതാണ് ആ പക്ഷി? ഓപ്ഷൻസ്: കഴുകൻ, കാക്ക ആൻഡ് കുരുവി. ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായി. കാക്കയാണോ? ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, അപ്പൊ കാക്ക ശരിയായിട്ടുള്ള ഉത്തരാണ് കേട്ടോ. ആരാണ് അവിടെ കൈയടിക്കണേ? അത് ഉമ്മയാണ്. ഉമ്മയാണ്. അപ്പൊ ഉമ്മ അവിടെ സപ്പോർട്ടിനായിട്ട് ഇരിക്കണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യം ശരിയായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ബദ്ർ യുദ്ധവേളയിൽ മുസ്ലിങ്ങളുടെ ജലസംഭരണി തകർക്കാൻ പുറപ്പെട്ട അസ്വദിനെ വധിച്ചത് ആര്? ബദ്ർ യുദ്ധവേളയിൽ മുസ്ലിങ്ങളുടെ ജലസംഭരണി തകർക്കാൻ പുറപ്പെട്ട അസ്വദിനെ വധിച്ചത് ആര്? ഓപ്ഷൻ ഇല്ല, ക്ലൂ തരാം വേണമെങ്കിൽ. അസദുള്ള അള്ളാഹുവിന്റെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന സ്വഹാബി. അസദുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിംഹം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയാണ്. ഏതെങ്കിലും ഒരു ഉത്തരം ഉറപ്പിച്ച് പറയണം. ആണോ? ഉറപ്പാണോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെറ്റാണ്, തെറ്റുത്തരാണ്. ശരിയായിട്ടുള്ള ആൻസർ ഹംസ റളിയല്ലാഹു അൻഹു ആണ്. കുഴപ്പമില്ല, നമുക്ക് ഇനിയും വിളിക്കാലോ. ഇനിയും അവസരങ്ങൾ കിടക്കാണ്. അപ്പൊ എന്തായാലും വിളിക്കുക. ഓക്കെ, റംലാനൊക്കെ ഉഷാറാക്കുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. റംലാൻ മുബാറക്. അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോംവർക്ക് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ഫവാസ്. ഫവാസ് എവിടുന്നാ വിളിക്കണേ? പൊന്നാനിയിൽ നിന്നാണല്ലേ? എന്ത് ചെയ്യുന്നേ? ഞാന് അബ്രോഡാണ്, കുവൈറ്റിലാണ്. അപ്പൊ ഇപ്പൊ നാട്ടിൽ വന്നതാണോ? അതെ അതെ. ഓക്കെ, എന്താ അബ്രോഡ് എന്താ ചെയ്യുന്നേ വർക്ക്? ഞാൻ അസിസ്റ്റന്റ് റെസ്റ്റോറന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ, ജ്യേഷ്ഠന്മാര്, അവരെ വൈഫ്, ഓക്കെ, പിന്നെ ഒരു വൈഫ്, കുട്ടി. ആഹാ, ഓക്കെ. അപ്പോ ആദ്യമായിട്ടാണോ ഇങ്ങനൊരു പ്രോഗ്രാമിലോട്ട് വിളിക്കുന്നത്? അതെ അതെ. ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണോ? എക്സൈറ്റഡ് ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൂ തരും. ഓക്കെ, മൂന്നാമത്തേന് ക്ലൂ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവമാർ ഏത് വർഗത്തിൽ അഥവാ വംശത്തിൽ പെട്ടവരായിരുന്നു? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? മനസ്സിലായി. ഓപ്ഷൻസ്: കിപ്തി, ഖുറൈശി, മദിയൻ. ഓപ്ഷൻ പറയാം. കിബ്തി, ഖുറൈശി, മദിയൻ. ഓപ്ഷൻ എ കിബ്തി. അതെ. ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. എങ്ങനെ അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നോ? പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്. ഓക്കെ, അപ്പൊ എന്തായാലും ശരിയായിട്ടുള്ള ഉത്തരാണ് കേട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ബദ്ര യുദ്ധവേളയിൽ ഖുറൈശി പ്രമുഖനായിരുന്ന ഉമയ്യത്തിനെ കൊലപ്പെടുത്തിയത് ആരാണ്? ക്ലൂ ഉണ്ടോ? ഇസ്ലാമിലെ ഒരു ഔദ്യോഗിക മുഅദ്ദിനാണ്, ഒരു ബാങ്ക് വിളിക്കാരൻ. ബിലാൽ റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹു അൻഹു, റൈറ്റ് ആൻസർ. എന്തായാലും ബാങ്ക് വിളിക്കുന്ന ആളെന്ന് പറഞ്ഞു പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതെ മനസ്സിലായി. ഓക്കെ, എന്താണ് പേരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഫവാസ്. ഫവാസിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? പാട്ടൊക്കെ പാടുവോ? പാട്ടൊക്കെ ചെറുതായിട്ട് പാടും, പക്ഷെ ഇപ്പൊ പാടാനില്ല. അതെന്താ, ഇപ്പൊ സുഖല്ലേ? ഇപ്പോ ജലദോഷം കേട്ടെ. ജലദോഷം അല്ലെങ്കിൽ നല്ലൊരു പാട്ടൊക്കെ നമുക്ക് കേൾക്കായിരുന്നു അല്ലേ? അടുത്ത തവണ. ഓക്കെ, അപ്പൊ എന്തായാലും തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ കപട വിശ്വാസികൾ നടത്തിയ അപവാദ പ്രചരണം ഒരു യുദ്ധവേളയിലായിരുന്നല്ലോ. ഏതായിരുന്നു ആ യുദ്ധം? ആയിഷ റളിയല്ലാഹു അൻഹ. എന്താണ്? ഇതിന് ക്ലൂ വല്ലതുണ്ടോ? ഇതിന് ക്ലൂ ഒന്നുമില്ല. ചെറിയ ക്ലൂ ഇല്ല. തേർഡ് ക്വസ്റ്റ്യന് കണ്ടുപിടിക്കണം. മറ്റേ രണ്ടെണ്ണത്തിന് തന്നല്ലോ, നിങ്ങൾ കണ്ടുപിടിക്കേ. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ കപട വിശ്വാസികൾ നടത്തിയ അപവാദ പ്രചരണം ഒരു യുദ്ധവേളയിലാണ്. അപ്പോ ഏതായിരുന്നു ആ യുദ്ധം? ആ യുദ്ധത്തിന്റെ പേരാണ് ചോദിച്ചത്. കിട്ടുവോ? എവിടെ നോക്കണത്? ബദ്ര യുദ്ധം അല്ല. ഉത്തരം പറയട്ടെ? ഒരു ചാൻസ് കൂടെ ഉണ്ടോ? പറഞ്ഞോളെ, ആരെങ്കിൽ പറഞ്ഞോളെ. ഹംദക്ക് യുദ്ധം അല്ല. എന്തായാലും ആൻസർ ഞാൻ പറയാം. ബനു മുസ്തലഖ് യുദ്ധം. കുറച്ച് ടഫ് ആണല്ലേ? കുഴപ്പമില്ല. എന്തായാലും ഇനി അവസരങ്ങൾ വരും, ഇനിയും വിളിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, വീണ്ടും ട്രൈ ചെയ്യാം. ഓക്കെ, റംസാൻ മുബാറക്. അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് റംസാൻ ഇസ്ലാമിക് ക്വിസിലോട്ട് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റാഷിദ്. എവിടെന്നാണ്? താനൂരിന്നാണ്. ഓക്കെ, റാഷിദ് എന്ത് ചെയ്യാണ്? ഞാൻ വള്ളത്തിൽ പോവാണ്. എവിടെ? വള്ളത്തിൽ. ബോട്ടിൽ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മ, ഉപ്പ, 3 സിസ്റ്റേഴ്സ് അല്ലേ? അപ്പൊ ഒരേ ഒരു മകനാണ്. അതെ. അപ്പൊ മകൻക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറുതായിട്ട് അറിവൊക്കെ ഉള്ള ആളാണോ? ഇസ്ലാമിക് നോളജ് ഒക്കെ ഉള്ള ആളാണോ? അല്ലല്ല, എന്നാലും ചോദിക്കുന്നതിന് നമുക്കൊരു മറുപടി പറയാനുള്ള ഒരു ഇതിലാണ്. അപ്പൊ 3 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിൻസിയർ ഹോം വേൾഡിന്റെ ഒരു നല്ല ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. 3 പറയണം, മാക്സിമം നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. എങ്ങനെ? ഫസ്റ്റ് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം വായിക്കട്ടെ. റെഡി അല്ലേ? ടൈം ഇല്ല, പെട്ടെന്ന് ആൻസർ പറയണം. ഓക്കെ, ആലോചിച്ചോണ്ടിട്ടോ, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നീളം കൂടിയ ആയത്തുദ്ദൈനിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻസ്: കടമിടപാടുകളെ കുറിച്ച്, അനന്തരാവകാശം, നരകം. ഏറ്റവും നീളം കൂടിയ ആയത്തുദ്ദൈനിലെ പ്രതിപാദ്യ വിഷയം: കടമിടപാടുകളെ കുറിച്ച്, അനന്തരാവകാശം, നരകം.
പണമിടപാട്. കടമിടപാടുകളെ കുറിച്ച്. കടം. ഓക്കെ. അതെ, കടമിടപാട്. ഉറപ്പാണോ? ഓക്കെ. ഓക്കെ, അപ്പോ കടമിടപാടുകളെ കുറിച്ച് കറക്കി കുത്തിയതാ? അല്ലല്ല. അറിയണതാ? ഓ, എന്തായാലും ശരി ഉത്തരാണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ. ഇപ്പൊ അറിയാലോ, പലിശനെ കുറിച്ചാണ് പറയുന്നത്. അതെ. എന്താണ് പേരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റാഷിദ് പാട്ടൊക്കെ പാടുവോ? ഇല്ല. പിന്നെ എന്താണ് കഴിവായിട്ടുള്ളത്? ഒന്നുമില്ലേ? ഫുട്ബോൾ ആണോ? ഇല്ല, ഫുട്ബോളൊക്കെ ആദ്യം കളിച്ചിട്ട് ഇപ്പൊ അതിനുള്ള സമയമൊന്നുമില്ല. ഈവനിങ് ഇപ്പൊ ഫുള്ള് വർക്ക് മാത്രമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണല്ലേ? ടൈം കിട്ടില്ല. വേറെ ഹോബീസ് ഒന്നുമില്ല? വേറെ ഹോബീസ് ഒന്നുമില്ല. ഇപ്പൊ ഇടയ്ക്ക് ട്രാവലിംഗ് ഒക്കെ ഇങ്ങനെ അടുത്തായിട്ടൊക്കെ വണ്ടിയിൽ ഇങ്ങനെ ബൈക്കുമേല് പോകും. അത് ശരി. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരനും മുലകുടി ബന്ധത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരനുമായ ഒരു പ്രമുഖ സ്വഹാബി ആരാണ്? ആ സ്വഹാബിയുടെ പേര്. ഹലോ. അറിയോ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരനും മുലകുടി ബന്ധത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരനുമായ ഒരു പ്രമുഖ സ്വഹാബി. ക്ലൂ വേണോ? ക്ലൂ തന്നാ കിട്ടുവോ? അദ്ദേഹം അബൂ ഉമാറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അബൂ ഉമാറ. ഹലോ. അറിയോ? അബ്ദുൽ മുത്തലിബ് ആണോ? ഉറപ്പിച്ച് പറയണം. ഉറപ്പാണ്? ഒറ്റയ്ക്കാണോ ഉത്തരങ്ങളൊക്കെ പറയുന്നത്? ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ലേ? ഓക്കെ. എന്തായാലും ആൻസർ ഏതാ ഉറപ്പിച്ചേ? അബ്ദുൽ മുത്തലിബ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് തെറ്റാണ്. ഹംസ റളിയല്ലാഹു അൻഹു ആണ്. സാരില്ല, നമുക്ക് അടുത്തേല് ട്രൈ ചെയ്യാം. ഇനിയും വിളിക്കാം. ഓക്കെ. റംസാൻ മുബാറക്. അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റബിയ. എവിടുന്നാ വിളിക്കുന്നത്? എടക്കുള എവിടെയാണ്? പട്ടണക്കാവ്. ഓക്കെ. അപ്പോ എന്താ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ, പിന്നെ ഇക്കാക്കുണ്ട്. ഓക്കെ. റബിയ എന്താ ചെയ്യുന്നേ? പഠിക്കുകയാണോ? ഞാനിപ്പോ PG ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഓക്കെ. എവിടെയാ പഠിക്കണേ? ഞാൻ പുറമണ്ണൂര് മജ്ലിസ് കോളേജ്. ഓക്കെ. അപ്പോ എന്തൊക്കെയാണ് റബിയയുടെ ഹോബീസ്? എന്തൊക്കെയാണ് ഹോബീസ്? മെഹന്തി ഇഷ്ടമാണ്. ചെറിയ രീതിയിൽ മെഹന്തി ആർട്ടിസ്റ്റ് ആണ്. മെഹന്തി ഒക്കെ നന്നായിട്ട് വരയ്ക്കും. ഓക്കെ. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആണ്. ചെറിയ രീതിയിൽ. പിന്നെ ജ്വല്ലറി മേക്കിംഗ്, ക്രാഫ്റ്റ് ഐറ്റംസ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അല്ലേ? അപ്പൊ ഇസ്ലാമിക് നോളജ് ഒക്കെ അത്യാവശ്യം ഉള്ള ആളാണോ? കുഴപ്പമില്ല. റംലാനായിട്ട് എന്തൊക്കെയാണ് വേറെ പരിപാടികളൊക്കെ? പരിപാടികളെന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നും വിചാരിച്ചിട്ടൊന്നുമില്ല? ഒന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ലേ?
പ്ലാൻ ചെയ്യാനെന്താ, നമ്മൾ കുറച്ചും കൂടി ദീനീപരമായ റൂട്ടിലേക്ക് വരും. ആ പിന്നെ അതില് കുറച്ചും കൂടി നമ്മള് ഇതുവരെ ഉള്ളതെന്ന് വെച്ചിട്ട് കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. ആ ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാം, റെഡി അല്ലേ? ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ അനുഭവിച്ച പീഡനങ്ങളെ തുടർന്ന് ഒരു തോട്ടത്തിൽ അഭയം തേടുകയുണ്ടായി. ആ തോട്ടം നോക്കി നടത്തിയിരുന്ന മനുഷ്യൻ തിരുനബിക്ക് മുന്തിരി നൽകി ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ആ മനുഷ്യന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഉണ്ട്. ഉത്ബത്ത്, അദ്ദാസ്, ഖുബൈസ്. ഓപ്ഷൻസ് ഒന്നുകൂടി പറയോ? ഉത്ബത്ത്, അദ്ദാസ്, ഖുബൈസ്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ. ഓക്കെ. ഓപ്ഷൻ ബി അദ്ദാസ്. അദ്ദാസ് ആണ്. ഉറപ്പാണ്? മുന്നേ അറിയായിരുന്നു? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അദ്ദാസ് ശരി ഉത്തരാണ് കേട്ടോ. കൺഗ്രാറ്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ശരിയാക്കിയിരിക്കുകയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അബ്ദുൽ കഅബ അഥവാ കഅബയുടെ അടിമ എന്ന് പേരുണ്ടായിരുന്ന സ്വഹാബി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറപ്പാണ്? സംശയമൊന്നുമില്ല അല്ലെ? ആ ഒരു പറച്ചിൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ. ഇല്ല, അത് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു is also right answer. Congratulations again. അപ്പൊ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടി ശരിയാക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് ആണ് റബിയക്ക് കിട്ടാൻ പോണേ, സിൻസിയർ ഹോം വേൾഡിന്റെ. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. റെഡിയാണ്? റെഡിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബനു മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തിലുണ്ടായ ഒരു സംഭവമാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള കപട വിശ്വാസികൾ അപവാദ പ്രചരണത്തിന് കാരണമാക്കിയത്. ആയിഷ റളിയല്ലാഹു അൻഹയെയും ഒരു സ്വഹാബിയെയും ചേർത്താണ് നുണപ്രചാരണം നടത്തിയത്. ആ സ്വഹാബിയുടെ പേരെന്താണ്? ബനു മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തിലുണ്ടായ ഒരു സംഭവമാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള കപട വിശ്വാസികൾ അപവാദ പ്രചരണത്തിന് കാരണമാക്കിയത്. ആയിഷ റളിയല്ലാഹു അൻഹയെയും ഒരു സ്വഹാബിയെയും ചേർത്താണ് നുണപ്രചാരണം നടത്തിയത്. ആ സ്വഹാബിയുടെ പേരെന്താണ്? ഓപ്ഷൻസ് ഒന്നുമില്ല. ആലോചിച്ച് നോക്കൂ, കിട്ടും. ക്ലൂ വേണോ? കിട്ടൂലേ? ഒന്ന് ആലോചിച്ചോ, കിട്ടും. നോക്കി നോക്കാം. ആണോ? ഉറപ്പിക്കണം. ഏതെങ്കിലും ഒരു ഉത്തരം ഉറപ്പിക്കണം. ഉറപ്പാണ്? സംശയമൊന്നുമില്ല. ചെറിയൊരു സംശയം ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ശരിയായിട്ടുള്ള ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ സിൻസിയർ ഹോം വേൾഡിന്റെ ആ ഒരു ആകർഷണീയമായ സമ്മാനം റബിയ നേടിയിരിക്കുകയാണ്. എന്തായാലും ഉടൻ വീട്ടിലെത്തുന്നതായിരിക്കും. ഹാപ്പി അല്ലേ? എന്ത് തോന്നുന്നു ഇപ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലോട്ട് വിളിച്ചിട്ട്? എന്താണ് പറയാനുള്ളത്? പറയാനെന്താ, സന്തോഷമൊന്നുമില്ലേ? ഒറ്റയ്ക്കാണോ? പിന്നെ നമ്മള് പഠിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കുക. ഇനിയും ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ നേടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ റമദാൻ മുബാറക്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോൾ കേരള വിഷൻ അവതരിപ്പിച്ച സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിലെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് പട്ടണക്കാവിൽ നിന്നും വിളിച്ച റബിയ ആണ്. ഒരുപാട് സന്തോഷം. കാരണം ആള് അത്യാവശ്യം നല്ല ഒരു അറിവുള്ള കുട്ടിയായിരുന്നു.
അപ്പോൾ ആൾ 3 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് സിൻസിയർ ഹോം വേൾഡിൻ്റെ ആ ഒരു ഗിഫ്റ്റ് നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും റബീഅയ്ക്ക് ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസ് ഇവിടെ സമാപിക്കുകയാണ്. ഇനി അടുത്ത ഒരു എപ്പിസോഡുമായി കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, റംളാൻ മുബാറക്.